ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് പുഡിംഗ് ആണ്. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്ത്. ആ പാനിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ആ 1/2 ലിറ്റർ പാല് ഫുള്ളും തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുക. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കസ്റ്റാർഡ് റെഡിയാക്കാം. കസ്റ്റാർഡും പോയിട്ട് കോൺഫ്ലോർ റെഡിയാക്കാം. കോൺഫ്ലോർ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളപ്പോൾ ഇതാ കോൺഫ്ലോർ മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടോട്ടൽ ഒരു 5 ടീസ്പൂൺ ഇടണം. അഞ്ച് ടീസ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നല്ല നമ്മുടെ ദോശയുടെ ബാറ്ററൊക്കെ ഇല്ലേ, ആ ബാറ്ററിൻ്റെ പരുവത്തിലാകുന്നിടം വരെ നമ്മൾ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. നമ്മൾ പാലിൻ്റെ അളവ് കൂട്ടുന്ന അനുസരിച്ച് നമ്മൾ ഈ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കൂട്ടണേ. ഇപ്പം ഞാൻ 1/2 ലിറ്റർ പാലിന് 5 ടീസ്പൂൺ അളവിലാണ് കോൺഫ്ലോർ മിക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത് 5 ഇതെടുത്തിട്ടും കുറച്ച് ലൂസാണ്. അപ്പം 1 സ്പൂൺ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. 1 സ്പൂൺ കൂടെ ആഡ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാ കോൺഫ്ലോർ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാലിലാണെങ്കിലും ഈ നോർമൽ വാട്ടറിലാണെങ്കിൽ നമുക്കിങ്ങനെ കോൺഫ്ലോർ മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് പാല് നന്നായിട്ട് തിളപ്പിക്കണം. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെക്കണം. ചെറിയ ചെറിയ പീസുകളാക്കി വെക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ നട്ട് വളർത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിൽ നിന്ന് പറിച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ അത് മൊത്തത്തിൽ 6 എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് 2 എണ്ണം എൻ്റെ സിസ്റ്ററിന് കൊടുത്തു വിട്ടു, 2 എണ്ണം എനിക്ക് തന്നു വിട്ടു, 2 എണ്ണം വീട്ടിലേക്ക് കൊടുത്തു. അങ്ങനെയാണ്. ഇനി അതിൽ 2 എണ്ണം നിൽപ്പുണ്ട്. അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ കൊടുത്തയക്കാൻ വേണ്ടി പോവാണ്. ആ 2 എണ്ണം ടോട്ടൽ 2 എണ്ണം തന്നു വിട്ടതിൽ ഹാഫ് ഇവിടെ ഒരു കുഞ്ഞു മോള് വന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു മോൾക്ക് ഇതാക്കി കൊടുത്തേ, കട്ട് ചെയ്ത് കൊടുത്തു. ഇത് കണ്ടോ, അതിൻ്റെ പകുതി ഇരിക്കുന്നത്. നമുക്ക് ആ പകുതി ഗാർണിഷ് ചെയ്യാനെടുക്കാം. അതേ ബാക്കി ഒരെണ്ണം കണ്ടോ, വലിയ പീസ് വലുത്. അപ്പോൾ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനെടുക്കാം, ഗ്രൈൻഡ് ചെയ്യാനും. അപ്പോൾ ആ സമയം കൊണ്ട് ഈ പാല് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെക്കാം.
നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഇതുണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ അവക്കാഡോ ഒക്കെ പോലെ ഇരിക്കും ഏകദേശം കേട്ടോ. അവക്കാഡോ പോലെ ഇരിക്കും അതുകൊണ്ടല്ല ഉദ്ദേശിച്ച ടെക്സ്ചർ. അവക്കാഡോ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് അതിൻ്റെ പൾപ്പ് ഇങ്ങോട്ട് സ്ലൈസ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താ സ്പൂണും കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കുമല്ലോ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇതും. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാനായിട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാമെന്ന് ഓർത്തു. എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പോവാണേ, ഗാർണിഷ് ചെയ്യാനുള്ളത് മാത്രം. ഇത് കണ്ടോ, അതിൻ്റെ പീല് കണ്ടോ, അതിൻ്റെ തൊലിന് ഞാൻ വടിച്ചെടുത്തതാണ്. ഇതുണ്ടോ, രണ്ടാക്കിയിട്ട് 2 പീസാക്കി ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നല്ല ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ. പക്ഷേ സാധാരണ പുഡിങ് ഇങ്ങനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ചുമ്മാ ഈ സ്പൂൺ വെച്ച് വടിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കാരണം ഗുഡ് മോൾഡൊക്കെ ഉള്ളവർക്കില്ലേ, അതിന് വേണ്ടി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഈ ചോക്ലേറ്റൊക്കെ ഷേപ്പിന് ഉണ്ടാക്കിയെടുക്കൂലേ കേക്കിന്, അപ്പം കേക്ക് അങ്ങനെ എടുക്കുന്നവർക്കിത് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട്. ഏതാനും മിനിറ്റുകളും കൂടെ കഴിയുമ്പോൾ പാൽ ഏകദേശം നന്നായിട്ട് തിളച്ച് വരും. അപ്പോൾ പാലിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യണം, നമ്മുടെ ഷുഗർ. വേറെ ആരുമല്ല, നമ്മുടെ ഷുഗർ, നമ്മുടെ എല്ലാമായ ഷുഗറിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഏതൊരു ഫ്രൂട്ടിനും ഷുഗറില്ലാണ്ട് ജ്യൂസ് അടിച്ചാലും പുഡിങ് ഉണ്ടാക്കിയാൽ കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യുക. നമ്മളപ്പം പിന്നെ നമ്മളപ്പോൾ ഇതിന് ആവശ്യത്തിന് വേണ്ട അത്രയും പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. കണ്ടോ ഷുഗർ, ഞാൻ കൗണ്ട് ചെയ്യാം. ഞാനിത് ഇട്ടിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പറയാം ഇത് എത്രത്തോളം ഇതിന് ആവശ്യമുള്ളതെന്ന്. ഞാൻ അവസാനം പറയാവേ, കാരണം മധുരം നോക്കിയിട്ട് പറയാം. അപ്പം ഞാൻ ഏകദേശം ഒരു 7 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ മധുരം മതിയാവുമെങ്കിൽ ഇത് ഓക്കെയാണ്. ഈ 1/2 ലിറ്റർ പാൽ കണ്ടോ, പാല് നമ്മുടെ ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ അതിൻ്റെ മധുരം ചെറുതായിട്ടൊന്ന് നോക്കുവാണ്. ഇതിനിപ്പോൾ കറക്റ്റ് മധുരമായിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള മധുരമാണ് ഇട്ടത്. 1/2 ലിറ്റർ പാലിന് 8 സ്പൂൺ, 8 ടീസ്പൂൺ. സ്പൂണെന്ന് പറയുമ്പോൾ നമ്മുടെ ടീസ്പൂൺ അളവിലെടുക്കണം കേട്ടോ. പിന്നെ ഷുഗർ ആവശ്യമില്ലാത്തവർക്ക് അതിൽ കുറയ്ക്കാം, ആവശ്യമുള്ളവർക്ക് അതിൽ കൂട്ടാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാം. ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യണേ. ആഡ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത്, ഉടനെ തന്നെ ഇളക്കി ഇടണം കേട്ടോ. ഇളക്കി വിട്ടില്ലെങ്കിൽ ആ കോൺഫ്ലോർ മിക്സ് അങ്ങോട്ട് കട്ട പിടിക്കാൻ തുടങ്ങും. ഇത് കണ്ടോ, ഇപ്പോൾ ആദ്യത്തെ ഒരു ടെക്സ്ചർ അല്ലല്ലോ, അതിൻ്റെ കൺസിസ്റ്റൻസി മാറിയില്ലേ, കണ്ടോ. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ, ഈ പുഡിങ്ങിൻ്റെ
മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നിങ്ങനെ മിക്സ്. അപ്പം ഈ 5 ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡർ വെള്ളത്തിൽ, ഈ 1 കപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്തതും കറക്റ്റായിരുന്നു. പിന്നെ 8 സ്പൂൺ ഷുഗർ 1/2 ലിറ്റർ പാലിന് ആ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് കണ്ടോ നല്ല തിളച്ച് പൊങ്ങി വരുന്നത്. ഈ തിളച്ച പരുവത്തി അങ്ങോട്ട് നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കണം. ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ആറണം. ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് ആറി വരുമ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യണം. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു ട്രേയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ചെറിയ ട്രേ തൽക്കാലത്തേക്ക് നമുക്ക് എടുക്കാം കേട്ടോ. അതിന് പറ്റിയൊരു പാത്രം എടുക്കുക. ഇത് കുറച്ച് ആറണം കേട്ടോ. കുറച്ച് ആറിയാലേ ഉള്ളൂ ഇതൊരു ഇതിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് കുറച്ച് കട്ടയാണ് തണുത്ത്. അപ്പം നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ളതാണ് ഇത്. ഇത് കണ്ടോ, ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഷേപ്പിൽ പീസിൽ റെക്റ്റാങ്കിൾ പീസിലാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതേ കാണിക്കാവേ. കണ്ടോളൂ കേട്ടോ. റെക്റ്റാങ്കിൾ പീസിൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കോൺഫ്ലോർ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ പാത്രം അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി വലിയ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ, ഈ വലിയ ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ എല്ലാം. നമ്മളിതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഇത് ഗ്രൈൻഡ് ചെയ്ത് ഇതിലൊഴിക്കണം, അല്ലെങ്കിൽ ഇത് സ്ലൈസ് ചെയ്തിട്ട് ഉടച്ചിട്ട് ഇതിനകത്ത് ചേർക്കണം. നമുക്ക് എന്തായാലും ഇനി ഗ്രൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട. നമുക്കിത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് രണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കുന്നു. ഇതുണ്ടോ, ഇതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ നട്ടു വളർത്തിയതാണ്. നല്ല ഓർഗാനിക് സാധനം. നാടനല്ല, നമ്മുടെ വീട്ടിൽ തന്നെ വിഷമൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തെടുത്ത വളം അടിച്ച്. ഇത് കണ്ടോ, 1 പീസ് 2 പീസ് ഇത് കൂട്ട് 2 പീസ് കിട്ടി. ഞാനിത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ വീഡിയോ കാണുന്ന ആവശ്യത്തിനായിട്ട് 2 തുള്ളി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അതിലോട്ട് വീണേ. അത്രയ്ക്ക് ജ്യൂസിയായി ഡ്രാഗൺ ഫ്രൂട്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ. കണ്ടോ, ഇപ്പം തന്നെ ഇതൊരു പിങ്കിഷ് കളറായി, പിങ്കിഷ് യെല്ലോ കളറായി തോന്നുന്നു. ഇതെങ്ങനെ യെല്ലോ ആയി, അങ്ങനെ ആയി. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്, ഈ ഗാർണിഷ് ചെയ്യാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഇരിക്കട്ടെ. നീക്കി വെച്ചു. നമുക്ക് ഈ പൾപ്പിൽ ചേർക്കാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഉടച്ച് അതിലോട്ട് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തുകൊണ്ട് വന്നേ. അതിലോട്ട് നമ്മൾ ഫുള്ളായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങോട്ട് സ്വൈപ്പ് ചെയ്തിടുക. സ്വൈപ്പല്ല, ഇതിൽ നിന്നിങ്ങോട്ട് വടിച്ചിങ്ങോട്ട് ഇടുക. വടിച്ചിടുമ്പോൾ നമ്മുടെ ഈ തണ്ണിമത്തനൊക്കെ ഇല്ലേ, നമ്മുടെ വാട്ടർ മില്ലൻ ഇങ്ങനെ റൗണ്ടിൽ കിട്ടുന്ന പോലെ ഈ സ്പൂണിൻ്റെ ആകൃതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ജ്യൂസി. അവക്കാഡോൻ്റെ മലയാളം വെണ്ണപ്പഴം എന്നല്ലേ, വെണ്ണ പോലെ ഇരിക്കും. ഇതിൻ്റെ അകവും വെണ്ണ പോലെ. പക്ഷേ അതിനകത്ത് ഈ കസ്കസൊക്കെ ഇല്ലേ, കസ്കസും പിന്നെ മറ്റേ നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ ഒക്കെ പോലത്തെ ഒരു ജെല്ലി ടൈപ്പ്
സീഡ് അതിനകത്തുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇതെനിക്ക് വെറുതെ കഴിക്കുന്ന ഇഷ്ടം. പിന്നെ എൻ്റെ മക്കൾക്ക് ഒക്കെ ജ്യൂസ് അടിക്കുന്ന ഇഷ്ടം. പക്ഷേ ജ്യൂസ് അടിക്കുമ്പോൾ ഇതിനൊരു കഫ് സിറപ്പിൻ്റെ ടേസ്റ്റ് വരും. വെറുതെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ല. ഇപ്പം നല്ല പഴുത്തയാണ്, നല്ലൊരു മധുരം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് ഒരു നിമിഷം കൊണ്ട് ഇതിൻ്റെ പരിപാടി തീരും കേട്ടോ. നല്ല ജ്യൂസ്, ഇത്തവണ നല്ല മഴയൊക്കെ ആണെന്നാണ് തോന്നുന്നു. നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നു കണ്ടോ. ഇതിൻ്റെ അകം കണ്ടോ, വെള്ളം വറ്റാത്ത രീതിക്ക് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. കണ്ടോ, ഭംഗിയുള്ള ഒരു സാധനമാണിത് കണ്ടോ. ഇതേ നമ്മളപ്പം മൊത്തം നമ്മൾ സ്വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. ഇതുണ്ടോ, കണ്ടോ, നമ്മളിത് മൊത്തം ഒരെണ്ണം ഫുള്ളാണ്. ഒരെണ്ണം ഫുൾ. ഇതിനെ നമുക്കിനി ഉടച്ചെടുക്കണം നല്ലവണ്ണം. ഒരിക്കലും ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരമില്ലാത്തതാണ്. പക്ഷേ ഇതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയപ്പം ഇത്തവണ നന്നായിട്ട് പഴുത്തുകൊണ്ട് ഇനി നല്ല മധുരമുണ്ട്. അപ്പം ഞാനിനി സ്മാഷ് ചെയ്തെടുക്കാൻ പോവാം. സ്മാഷ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും മറ്റേ നമ്മുടെ കോൺഫ്ലോർ ബാറ്റർ അവിടെ, മിൽക്ക് ബാറ്റർ അവിടെ ആറുന്നുണ്ട്. നല്ല ചൂട് പോകാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടിയിലുള്ള ആവി അങ്ങ് പോയിക്കോളും. വെള്ളത്തിൽ വെച്ച് ആറ്റിയ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ, ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഇതിൻ്റെ ടോപ്പ്. ഇതിൻ്റെ ടോപ്പ് ഒരു പാട കെട്ടി നിൽക്കുന്ന പോലെ പാട ചൂടും ഉണ്ടോ. അപ്പോൾ ഇത് ഏകദേശം ആറാനായിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നത് തന്നെയാണ് തോന്നുന്നു നല്ലത്. ഗ്രൈൻഡ് ചെയ്താൽ നല്ലൊരു മിക്സ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തത് ഈ പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഗ്രൈൻഡ് ചെയ്തപ്പോൾ തന്നെ നല്ല ജ്യൂസി ആയി കണ്ടോ. ഇതിനകത്ത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനകത്തൊരു കറുത്ത കുരുക്കളിരിക്കണം കണ്ടോ. ആ കറുത്ത കുരുക്കളാണ് കസ്കസ് വിതറിയ പോലെ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ ഓൾറെഡി നമ്മൾ കസ്കസിന് മണ്ടയിൽ കൂടെ, ടോപ്പിൽ കൂടെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിടുന്നുണ്ടേ. നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ടൊരു പാത്രം എടുക്കണം. പുഡിങ് കാണുമല്ലോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചല്ലേ ഇത് കഴിക്കണ്ടേ. ഇത് ചില്ല് സാധനമല്ലേ, ചില്ല്. അപ്പം മീൻസ് ചില്ല്, പൊട്ടുന്ന ചില്ലെന്നല്ല ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ചിൽ വൈബ് എന്നൊക്കെ പറയുന്ന പോലെ, പിന്നെ നമ്മളിപ്പോൾ ഐസ് ചിൽസ്, മാംഗോ ചിൽസ് എന്നൊക്കെ പറയില്ലേ, സ്നോ ചിൽസ് എന്നൊക്കെ, അതുപോലെ തണുപ്പിൻ്റെ ഒരു വേടിനെ നമ്മൾ ഉദ്ദേശിച്ചാണ്. പൊട്ടുന്ന ചില്ലല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഉടച്ചെടുത്തതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ ആഡ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം ഒരു ഫ്ലേവർ കിട്ടും. പിന്നെ വാനില എസൻസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. തൽക്കാലം ഞാൻ ഷുഗർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഷുഗർ ആഡ് ചെയ്ത് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് ഇതിനകത്ത് ഇതിന് നല്ല മധുരം കിട്ടി. ഇതുണ്ടോ, നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു.
ഷുഗർ ആഡ് ചെയ്തതിനകത്ത് നമ്മളിങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും എത്ര മിക്സ് ചെയ്യുക അത്രയ്ക്ക് ഇത് ഗ്രൈൻഡ് ആവും. ഇനിയിപ്പം മിക്സിയിൽ നമ്മൾ അരയ്ക്കാൻ മെനക്കെടണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാണ്. ഇത് ചിലപ്പോൾ ലൂസ് പരുവായിപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ ഒന്ന് തണുത്തിട്ടുണ്ടോ നോക്കാതെ. പക്ഷേ ഇത് നല്ല ചൂടാട്ടോ, ഒരു ഇതായിട്ടില്ല, നല്ല ചൂടാണ്. കുറച്ചുകൂടെ ഒന്ന് ആറി കിട്ടുമായിരുന്നെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷെ ഇത് വെള്ളത്തിൽ വെച്ചാൽ ഇത് എപ്പോഴേ ആറിയേനെ. പക്ഷെ ഇത് വെള്ളത്തിൽ വെച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ റൗണ്ട് കണ്ടോ, റൗണ്ട് ഒരു ഗ്ലാസ് പാത്രത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പാത്രത്തിൽ ഇത് കണ്ടോ, ഈ പാത്രത്തിലാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാൻ പോണേ. ആദ്യം നമ്മൾ ഈ പാത്രം അവിടെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മിക്സ് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് മിക്സ് ഈ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കണം. ഉണ്ടോ, ഏറ്റവും അടിയിൽ ഇങ്ങനെ നിരത്തി വെക്കണം. നിരത്തി വെച്ചതിന് ശേഷം രണ്ടാമത് നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇല്ലേ, കോൺഫ്ലോർ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, മുകളിലേക്ക് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. കാണോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് വെക്കണം. ഇപ്പം കണ്ടോ, ഫൈനലി ഇതിൻ്റെ ലാസ്റ്റ് നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസ് വിതറിയിടുന്നുണ്ട്. ഇതുണ്ട്, നമ്മൾ ഇതിൻ്റെ പുറത്ത് കുറച്ച് കസ്കസ് ഗാർണിഷ് ചെയ്താനായിട്ട് ഇടുന്നുണ്ട്. പുറത്ത് കുറച്ച് കണ്ടോ, ഏതായാലും ഇതിനകത്ത് ഫുള്ള് കസ്കസാണ്. നമുക്ക് ഓൾറെഡി യഥാർത്ഥ കസ്കസ് ഇങ്ങനെ പുറത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ ടോപ്പിങ്സായിട്ട് ഈ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, ആ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ മുങ്ങിത്താണ് പോകുന്ന ലക്ഷണമാണ്. ഇത് നല്ല തണുത്താലേ ഉള്ളൂ ഇത് നല്ല കട്ടിയാവത്തുള്ളൂ. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, താന്നങ്ങനെ പോണില്ല. കണ്ടോ, നമ്മുടെ ഇതിൻ്റെ മുകൾ വശം കണ്ടോ, ഇതിൻ്റെ പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയല്ലേ, നല്ല ഭംഗിയില്ലേ ഈ കളറ് കാണാനായിട്ട്.
ഇത് നമുക്ക് ഇങ്ങനെ ഈ പീസസ് ആയിട്ട് ഇടുന്നത് എന്താണെന്ന് പറയുക. മറ്റേ നമ്മളെന്തായാലും സ്മാഷ് ചെയ്ത് പോകുന്നത് നമുക്ക് കടിക്കാൻ കിട്ടില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിയെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് കടിക്കാൻ കിട്ടും. കണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടോ? ഇതാണ് ഫൈനൽ മിക്സ്. ഇങ്ങനെ ഇത് നല്ല ഫ്രോസൺ ആയി കഴിയുമ്പോൾ ഉള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ എടുത്ത് കഴിക്കാൻ തോന്നില്ലേ സത്യം പറഞ്ഞാൽ. നമ്മുടെ മാംഗോ ഇത് തണുത്ത് കഴിയുമ്പോൾ ഞാൻ സ്പൂണിൽ എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.